നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തീരദേശത്തെ സ്കൂളുകൾക്ക് മികവാർന്ന വിജയം. CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഞായറാഴ്ച നിർവഹിക്കും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ സമ്മർ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5 വിജയശതമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി B. ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. റെഗുലർ വിഭാഗത്തിൽ 4,26,697 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 4,24,583 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി. ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിച്ചപ്പോൾ തീരദേശത്തെ സ്കൂളുകൾക്ക് മികവാർന്ന വിജയം. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ, OLF GHS മതിലകം, RMBHS പെരിഞ്ഞനം, ഗവൺമെന്റ് ഫിഷറി സ്കൂൾ കയ്പമംഗലം, സെന്റ് ആൻസ് സ്കൂൾ എടത്തിരുത്തി, BPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ കഴിമ്പ്രം, താന്യം GHSS, ഗവൺമെന്റ് നളന്ദ GHSS, നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വലപ്പാട് GVHS, നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, SNMHS ചാഴൂർ, ചെമ്മാപ്പള്ളി സെറാഫി CGHS, തളിക്കുളം പുതിയങ്ങാടി മോഡൽ സ്കൂൾ, SBHS ചിറക്കൽ, GHSS വാടനപ്പള്ളി, PJMS GHSS കണ്ടശങ്കടവ്, SH ഓഫ് മേരി CGHS കണ്ടശങ്കടവ്, SNGSS HSS കാരമുക്ക്, GHSS മണലൂർ എന്നീ സ്കൂളുകൾ 100% വിജയം സ്വന്തമാക്കി. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ 565 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 96 കുട്ടികൾ ഫുൾ A+ നേടി. മതിലകം OLF ഗേൾസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 212 പേരും വിജയിച്ചു. 49 കുട്ടികൾ ഫുൾ A+ നേടി. പെരിഞ്ഞനം RMVHS സ്കൂളിൽ 230 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതി വിജയിച്ചത്. 11 കുട്ടികൾ ഫുൾ A+ സ്വന്തമാക്കി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 55 പേരും വിജയിച്ചു. 13 കുട്ടികൾ ഫുൾ A+ നേടി. എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 156 കുട്ടികൾ വിജയിച്ചു. 39 കുട്ടികൾ ഫുൾ A+ നേടി. കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 204 കുട്ടികളാണ് പരീക്ഷ എഴുതി വിജയിച്ചത്. 33 കുട്ടികളാണ് ഫുൾ A+ നേടിയത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ 475 പേർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തെങ്കിലും 474 പേരാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയ മുഴുവൻ പേരും ഇവിടെ വിജയിച്ചു. 48 കുട്ടികൾക്കാണ് ഫുൾ A+. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 32 കുട്ടികളിൽ 31 പേരും വിജയിച്ചു. 2 കുട്ടികൾ ഫുൾ A+ നേടി. താന്യം സ്കൂളിൽ 2 പേർ ഫുൾ A+ നേടി. ചാഴൂർ സ്കൂളിൽ 14 പേർക്ക് ഫുൾ A+ ഉണ്ട്. 100% ഇവിടുത്തെ വിജയം. 167 പേരാണ് പരീക്ഷ എഴുതിയത്. തളിക്കുളം പുതിയങ്ങാടി മോഡൽ സ്കൂളിൽ 8 പേർ ഫുൾ A+ നേടി. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നൈപുണ്യ സുരഭിദാസ്, സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി എസിൽഡ ലൂയിസ് എന്നിവരെ വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദിച്ചു. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഇന്ന് 2 വിദ്യാർത്ഥിനികളാണ് ഫുൾ A+ പഠിച്ചിരിക്കുന്നത്. പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ പഠിച്ചിരിക്കുന്ന നൈപുണ്യ സുരഭിദാസും അതുപോലെ സെറാഫിക് ഗവൺമെൻറ്റിൽ പഠിച്ചിട്ടുള്ള എസിൽഡ ലൂയിസും ആണ് ഇന്ന് ഫുൾ A+ പഠിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ആദ്യം തന്നെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആദ്യത്തെ വിജയമാണ് ഇവർ തുടങ്ങി വച്ചിരിക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ തന്നെ ഏറ്റവും പഠനത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായി വളർന്നു വരുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം ആശംസിക്കുകയാണ്. ചടങ്ങിൽ ലൂയിസ് താണിക്കൽ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. ഫുൾ A+ കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ട്യൂഷൻ ടീച്ചർക്കും എൻ്റെ മാതാപിതാക്കൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി പറയാണ്. നല്ല സന്തോഷമുണ്ട്. പിന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും കൂടെ നിന്ന മാതാപിതാക്കൾക്കും. CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഞായറാഴ്ച വൈകിട്ട് 3 നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുക്കും.
സീതാറാം യെച്ചൂരി ഭവൻ എന്ന പേരുള്ള പുതിയ ആസ്ഥാന മന്ദിരം തളിക്കുളം സെന്ററിന് പടിഞ്ഞാറ് സ്നേഹതീരം ബീച്ച് റോഡിന് സമീപം ഹാഷ്മി നഗർ റോഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെന്റിൽ 2 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഓഫീസ് റൂം, മീഡിയ റൂം, ഹാൾ, അടുക്കള, ലൈബ്രറി, വർഗ ബഹുജന സംഘടനകൾക്കായി പ്രത്യേക സംവിധാനം എന്നിവയാണ് താഴത്തെ നിലയിലുള്ളത്. മുകളിൽ 100ഓളം പേർക്ക് ഇരിക്കാവുന്ന ഹാളും തയ്യാറാക്കിയിട്ടുണ്ട്. 1994-ൽ തളിക്കുളത്തെ സുമനസ്സുകളുടെ സഹായത്തോടെ അന്നത്തെ പാർട്ടി നേതൃത്വം വാങ്ങിയ കെട്ടിടവും സ്ഥലവും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയിരുന്നു. ഇതിനെ തുടർന്നാണ് പുതിയ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കേണ്ടി വന്നത്. ഭൂമിയും കെട്ടിടവും ഏറ്റെടുത്തതിന് ലഭിച്ച നഷ്ടപരിഹാരത്തുക ഉപയോഗിച്ചാണ് പുതിയ ഭൂമി വാങ്ങിയതും കെട്ടിടം നിർമ്മിച്ചതും. പുതിയ ഓഫീസ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പരിശീലന ക്ലാസുകൾ, സൗജന്യ PSC കോച്ചിംഗ്, പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഓൺലൈൻ സർവീസ് സെന്റർ, റീഡിംഗ് റൂം, ലൈബ്രറി, വിനോദോപാധികൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. 2 വർഷത്തോളമായി വാടക മുറിയിലാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ചെയർമാൻ KR സീത, സംഘാടക സമിതി ട്രഷറർ PI സജിത, കൺവീനർ EPK സുഭാഷിതൻ, PS രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റി ഓഫീസ് 11-ാം തീയതി 3 മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദകരമായ നിമിഷങ്ങളാണ്. ഏകദേശം ഒരു 250 സ്ക്വയർ ഫീറ്റ് മാത്രമുണ്ടായിരുന്ന ഞങ്ങളുടെ ഓഫീസ് 1856 സ്ക്വയർ ഫീറ്റിലേക്ക് കെട്ടിടം ആക്കി മാറ്റുമ്പോൾ അന്ന് ആ 250 അല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം നമുക്കൊരു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് കൊടുക്കേണ്ടി വന്നത്. ചാമക്കാല പള്ളത്ത് രുദ്രമഹാകാളി മുത്തപ്പൻ വിഷ്ണുമായ കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, സഹസ്രനാമാർച്ചന, കലശാഭിഷേകം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് കുടുംബയോഗവും അന്നദാനവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയുടെയും ക്ഷേത്ര മേൽശാന്തി സുധൻ ശാന്തിയുടെയും ക്ഷേത്രം ശാന്തി സൂരജിന്റെയും നേതൃത്വത്തിലാണ് പൂജാകാര്യങ്ങൾ നടത്തിയത്. ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് ദാസൻ, സെക്രട്ടറി അഖിൽ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ്, ഖജാൻജി മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ലൈബ്രറിയിൽ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി PK കൃഷ്ണൻ അധ്യക്ഷനായി. ലൈബ്രറി കമ്മിറ്റി അംഗം ജനാർദ്ദനൻ മണ്ണുമൽ, CN വിശ്വനാഥൻ, ഉണ്ണികൃഷ്ണൻ KS, ലൈബ്രറിയൻ TS സുജീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. കൃഷ്ണദാസ് വന്നേരി സംഭാവന ചെയ്ത വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വാല്യം സൈമൺ തെക്കത്ത് ഏറ്റുവാങ്ങി. കാരമുക്ക് താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവം ആഘോഷിച്ചു. മെയ് 3 മുതൽ രാവിലെ നവകം, ഉച്ചപൂജ, ഉഷപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവ നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ടയും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച നടത്തിയ ആറാട്ടോടുകൂടി ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. മണലൂർ മണ്ഡലം 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് PS സുരേഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി BG അശോകൻ,
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സോമൻ വടശ്ശേരി, റപ്പായി തെക്കത്ത്, മണ്ഡലം ഭാരവാഹികളായ ബാബു കുന്നത്തുള്ളി, BM ആൻഡോ, പൊറിഞ്ചു പടിഞ്ഞാറത്തല തുടങ്ങിയവർ സംസാരിച്ചു. കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും നാമൊക്കെ ഈ മൂവർണ്ണ പതാക നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ മതേതര രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം. ഞാനിലുള്ള വ്യത്യസ്ത മതസ്ഥരായ നമ്മളൊക്കെ ഇതുപോലൊരു വീട്ടുമുറ്റത്ത് ഇരിക്കാൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്തത് നമുക്ക് ഏതൊക്കെ മതവിശ്വാസത്തിൽ ജീവിക്കാനും ഏതൊക്കെ മതവിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി തന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
Sparsha Ayurvedic Clinic and Ayurvedic Beauty Parlor near South Petrol Pump, Triprayar. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര കമ്മിറ്റി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര കമ്മിറ്റി കഴിമ്പ്രം, സുരേന്ദ്ര ഫൗണ്ടേഷൻ, തൃപ്പയാറിലെ റൈഹാൻ കണ്ണാശുപത്രി എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രമേശ് ബാബു അധ്യക്ഷനായി. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സാധാരണക്കാരായ 80ഓളം വ്യക്തികളെ ഡോക്ടർ ഹരീഷും സംഘവും പരിശോധിച്ച് വൈദ്യസഹായങ്ങൾ നൽകി. സുരേന്ദ്ര ഫൗണ്ടേഷൻ ചെയർമാൻ സുരേന്ദ്രൻ നെടിയിരിപ്പിൽ, റൈഹാൻ ഹോസ്പിറ്റൽ കോർഡിനേറ്റർ വിഷ്ണു, ക്ഷേത്രം ഖജാൻജി NS ശിവൻ, ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി ജയശ്രീ ഷമ്മി എന്നിവർ സംസാരിച്ചു. അപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിലും ഇങ്ങനത്തെ ക്യാമ്പുകളൊക്കെ വരണം, ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി നമ്മളുടെ കൂട്ടായ്മകൾ കടക്കണം എന്നത്. പൊതുവെ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹിന്ദു ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ കാശ് പൊട്ടിച്ച് കളയുന്ന കേന്ദ്രങ്ങളാണ്. അപ്പം നമ്മൾ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാശ് പൊട്ടിച്ച് കളയൽ വളരെ കുറവാണ്. അവരവരുടെ സമൂഹത്തിൽപ്പെട്ട എന്താ പറയുക, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും അവർ നടത്താറുണ്ട്. അത്തരത്തിൽ കൂട്ടായ്മകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠാദിനം മഹോത്സവ ചടങ്ങുകൾ സമാപിച്ചു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് വോക്കൽ വിദ്വാൻ ദേവന്റെ നേതൃത്വത്തിലുള്ള സംഗീത സദസ്സ്, ദീപാരാധന, തുടർന്ന് തൃശൂർ വാദ്യ ഗുരുകുലത്തിന്റെ വനിതകൾ അവതരിപ്പിച്ച പഞ്ചാരിമേളം, രാത്രി കൊച്ചിൻ അമൃതവർഷിണി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനസന്ധ്യ എന്നിവ അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട്, സെക്രട്ടറി ജനാർദ്ദനൻ, ട്രഷറർ EC പ്രദീപ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EG സോമൻ, B ശശിധരൻ, രമേശ് മാരാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മരുതമലൈ മാമണിയേ മുരുകയ്യ, മരുതമലൈ മാമണിയേ മുരുകയ്യ, തേവരിൻ പുകം കാക്കും വേലയ്യ, മരുതമലൈ മാമണിയേ മുരുകയ്യ, തേവരിൻ പ്രയാരപ്പാ ശ്രീരാമ ഭവൽ തൃപാദ പത്മത്തിൻ പ്രണാമം ശ്രീമംഗളങ്ങളാപതി പണ്ടു പൂജിച്ച വിഗ്രഹത്തിൻ പ്രണാമം. വലപ്പാട് ബീച്ച് അറിയംപറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ തീർത്ഥക്കുളത്തിന്റെ കല്ലിടൽ കർമ്മം നടന്നു. ക്ഷേത്രം ശാന്തി മുരളി ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം രക്ഷാധികാരി AP ഗിരിജാശങ്കർ, സെക്രട്ടറി AB രാജീവ്, വൈസ് പ്രസിഡന്റ് AS ചന്ദ്രദാസ് എന്നിവർ ചേർന്ന് കല്ലിടൽ കർമ്മം നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AM രംഗനാഥ്, AP സുനിൽകുമാർ, AM രഞ്ജിത്ത്, AA രജിത് കുമാർ, AR അനൂപ്, അജിത രാജീവ്, ഷീജ ബാബു എന്നിവർ നേതൃത്വം നൽകി.
ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഹൈസ്കൂളിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 40 ദിവസങ്ങളായി നമ്മുടെ സ്കൂളിനകത്തുള്ള നല്ല കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും പെട്ടെന്ന് ഏറ്റെടുക്കാൻ കഴിയാത്ത ആത്മാർത്ഥമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളും PTA കമ്മിറ്റിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ വോളിബോൾ പരിശീലന ക്യാമ്പ് ഇവർ അവതരിപ്പിച്ചത്. ആ ക്യാമ്പിൽ ഏകദേശം 200ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഒട്ടുമിക്ക PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനും GV രാജ അവാർഡ് ജേതാവുമായ VA മൊയ്തീൻ നൈന, ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ കേരള വനിതാ വോളിബോൾ ടീമിന്റെ പരിശീലകൻ P ശിവകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. നാട്ടിക ഫാർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ്, പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, PTA വൈസ് പ്രസിഡന്റ് പ്രീതി നിജേഷ്, കായിക അധ്യാപകരായ TN സിജിൽ, മുഹമ്മദ് സുഹൈൽ, ഫുട്ബോൾ കോച്ച് വിനോദ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മലയാളികൾക്ക് വേണ്ടി കേരളത്തിൽ കൺട്രോൾ റൂം തുറന്നു. അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികൾക്കും സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലും നോർക്കയിലും കൺട്രോൾ റൂം തുറന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതരായി ഇരിക്കുക. സഹായം ആവശ്യമുള്ള പക്ഷം കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടാമെന്ന് അധികൃതർ അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂം നമ്പർ 0471 25175000, മറ്റൊരു നമ്പർ 25176000. മണലൂർ ഒരിപ്പറമ്പിൽ കമല നിര്യാതയായി. 80 വയസ്സായിരുന്നു. വേലപ്പനാണ് ഭർത്താവ്. ഷാബു, ഷാജി, പരേതനായ ബാബു എന്നിവർ മക്കളും ഹസീമ, ഷീന, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. തളിക്കുളം തളിക്കുളങ്ങര ക്ഷേത്രത്തിന് വടക്ക് വശം നേതാജി നഗർ പട്ടാലി ബാബുരാജിന്റെ ഭാര്യ ശോഭന നിര്യാതയായി. 58 വയസ്സായിരുന്നു. സനീഷ്, സജീഷ് എന്നിവർ മക്കളും നിവിത, അഞ്ജു എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് തളിക്കുളം പൊതുശ്മശാനത്തിൽ നടക്കും. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തീരദേശത്തെ സ്കൂളുകൾക്ക് മികവാർന്ന വിജയം. CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഞായറാഴ്ച നിർവഹിക്കും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ സമ്മർ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.